ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുവും അതുപോലെ കമലയും മകളും കൂടി ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ കോളേജിൽ പഠിക്കാൻ പോയ പെങ്ങൾക്ക് അവിടെ ഉണ്ടായ ഓരോ സമയത്തെ പ്രശ്നങ്ങൾക്കും കറക്റ്റ് ടൈമിങ്ങിൽ മനു എന്ന ഏട്ടൻ്റെ കരുതൽ കിട്ടിയതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പെങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കമല എടുത്ത വഴിക്ക് ചോദിക്കുകയാണ്, അപ്പോൾ എൻ്റെ മോൻ ഹരിയുടെ കാര്യത്തിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, നിനക്കൊരു ബുദ്ധിമുട്ടല്ലേന്ന്. അപ്പോൾ മനു പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ല അമ്മ വേറെ ഏതോ ഗ്രഹത്തിലാണെന്ന്, അതുകൊണ്ടാ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങാന്ന് കേൾക്കണതെന്ന് മനു പറഞ്ഞു. അപ്പോഴത്തേക്കും കമലയ്ക്ക് ദേഷ്യം വന്നു. കമല ചാടി അങ്ങ് എഴുന്നേറ്റു. നീ എനിക്ക് ഭ്രാന്താണെന്നങ്ങ് തുറന്നു പറയടാ, അമ്മയെ ഭ്രാന്തിയാക്കി നീ നിന്റെ മറ്റവളെയും കൊണ്ട് ഇങ്ങോട്ട് കയറി വാ, അതാണല്ലോ നിന്റെ മനസ്സിലിരിപ്പെന്ന് കമല. തുള്ളിച്ചാടി കമല അകത്തേക്ക് കയറിപ്പോയി. അല്ല, ആ ലാസ്റ്റ് പറഞ്ഞ സംഭവം എന്താണെന്ന് ചോദിച്ചു. ഏതോ ഒരു മറ്റവളുടെ കാര്യം എന്ന് പെങ്ങൾ ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു നമ്മുടെ മനു. അതെ, ഞാൻ അലീനയുടെ കാര്യം ഇവിടുന്ന് സൂചിപ്പിച്ചായിരുന്നേ, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് പറയുമ്പം അപ്പോൾ അതും ഇതിൻ്റെ ഇടയിലൂടെ ശരിയാക്കി എടുത്തോന്ന് ചോദിച്ചു പെങ്ങളൂട്ടി. പാതി വഴിയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിങ്ങനെ ഇരുന്നിട്ട് പെങ്ങളും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ പോയ പോക്കിന് മനുവേട്ടാ എന്താ, അല്ല മനുവേട്ടൻ ഓക്കെ അല്ലേന്ന് ചോദിച്ചു. ഞാൻ ഡബിൾ ഓക്കെയാ വാ എന്നും പറഞ്ഞ അവിടുന്ന് പെങ്ങൾ അങ്ങ് പോയി. മനു എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അലീനയെ കാണിക്കുന്നത്. അലീനയും രോഹിയും കൂടി കോളേജിലേക്ക് വരികയാണ്. അപ്പോൾ കോളേജിലേക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ അച്ഛനെ കാണാൻ വന്നതാണ്. അപ്പോൾ അച്ഛനെ കാണാൻ വന്ന സമയത്ത് രോഹിക്ക് ഭയങ്കര പേടി. രോഹി പേടിച്ച് നിൽക്കുമ്പോൾ നീ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞെന്ന് ചോദിച്ചു. അലീന നീ വാ എന്നും പറഞ്ഞ് വിളിക്കുക കേട്ടോ. അപ്പോൾ എനിക്കൊരു പേടി പോലെയാണെന്ന് പറഞ്ഞപ്പം എന്തിനാ നീ പേടിക്കുന്നേ, നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരല്ലേ എല്ലാവരും, പിന്നെന്താ. അപ്പോൾ കുഞ്ഞായിട്ട് ജനിച്ചവർ, വിശന്ന് കരഞ്ഞവർ, പഠിച്ച് വളർന്നവർ വലുതായപ്പോൾ ഓരോരോ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ, അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അല്ല എന്നാലും ചേച്ചിയുടെ അത്ര ധൈര്യം എനിക്കില്ല എന്ന് മനു പറയാം. അത് കേട്ടപ്പോൾ അലീന നമ്മൾ ആരെയും ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. ബഹുമാനിക്കണം, ആളുകളുടെ സ്ഥാനത്തെയും പ്രായത്തെയും അത്രമാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോഴും ഒരു ടെൻഷനാട്ടോ. നീങ്ങ് വന്നി വാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ അതേ അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. ആരാ എന്താന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് ഫാദറിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു, ഒരു അപേക്ഷ സമർപ്പിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപേക്ഷ എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞപ്പം അയ്യോ അതുമാത്രം പോരാ, അച്ഛനെ നേരിൽ കണ്ട് സംസാരിക്കുകയും വേണമായിരുന്നു എന്ന് പറഞ്ഞപ്പം അച്ഛന് നല്ല തിരക്കുള്ള സമയമായിരുന്നു, കാര്യം എന്താണെന്ന് പറഞ്ഞാ അത് പിന്നെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിനാണെന്ന് പറഞ്ഞപ്പം അടുത്ത വർഷത്തേക്കാണെന്ന് ചോദിച്ചപ്പം അതെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ, അച്ഛൻ ഫ്രീ ആണോന്നൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഈ അച്ഛൻ അങ്ങ് കയറിപ്പോയി. അപ്പോൾ അതേ നമ്മുടെ രോഹിത് അലീനോട് ചോദിച്ചു, നമ്മളതിന് അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലല്ലേ ചേച്ചി വന്നത്. അപ്പം അല്ലേ, നിന്നെ ഇപ്പോൾ കൊണ്ടുവന്ന് കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കല്ലേ, ഇനിയിപ്പോൾ തിരിച്ചകത്ത് കയറ്റണം, അതും ഒരു അഡ്മിഷൻ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും കൊണ്ട് നിൽക്കുക. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ് രോഹി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ നേരിട്ടൊരു മിഠായി കൊടുക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ അത് മിഠായിയുടെ കടലാസിൽ പൊതിഞ്ഞ് കൊടുക്കണം, അപ്പോൾ അവരത് വാങ്ങിക്കും, മനസ്സിലായോ എന്ന് ചോദിച്ചു. അങ്ങനെ അച്ഛൻ സമ്മതിച്ചു. അലീന അകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പോൾ രോഹി പുറകിലോട്ട് തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ അലീന നീ വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അത് ചേച്ചി ഞാനിവിടെ നിന്നാൽ പോരേന്ന് ചോദിച്ചു. ഇങ്ങ് വാ എന്നും പറഞ്ഞ് അലീന ഇങ്ങനെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെന്നു. അവരകത്തേക്ക് കയറി ചെന്നപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫാദർ, പ്രൈസ് സലോൺ എന്ന് പറഞ്ഞാൽ അലീന ഇങ്ങനെ നിൽക്കുമ്പം എന്നെ കാണണമെന്ന് പറഞ്ഞ് എന്തിനാ, ആർക്കാണ് അഡ്മിഷൻ എന്നാ ഫാദർ ചോദിച്ചു. അപ്പോഴേക്കും അലീന തൻ്റെ ബാഗിലുള്ള ആ ഒരു ഇതെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. രോഹിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ പോലും പേടിയായിട്ട് ഇങ്ങനെ തല കുനിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീന കൊടുത്ത പേപ്പറും കാര്യങ്ങളും അദ്ദേഹം വായിച്ച് നോക്കുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് രോഹിയുടെ മുഖത്ത്. അലീനയ്ക്കാണെങ്കിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. അലീന ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം അത് വായിച്ച് നോക്കിയിട്ട് അലീനയുടെ നേരെയും രോഹിയുടെ നേരെയും ഒന്ന് ഇങ്ങനെ നോക്കി. രോഹിക്കാണെങ്കിൽ പേടി കാരണം ഒരു രക്ഷയില്ല, ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുക. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അലീനയെ ശരിക്കൊന്ന് നോക്കിയേ. അലീന നേരെ രോഹിയെയും ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ അലീനയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയുണ്ട്. അലീനയാണെന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ധൈര്യമൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ പേപ്പർ വായിച്ചിട്ട് അത് അവിടെ അങ്ങ് വെച്ചു അദ്ദേഹം. ഇത് തരാനാണോ ഇങ്ങോട്ട് വന്നത് എന്നാ ഫാദർ അലീനയോട് ചോദിക്കുക. അതെ, ഇത് തരാനാണ് വന്നത്, അപേക്ഷയാണ്, കൈവിടരുതെന്ന് പറഞ്ഞ് അലീന ഫാദറിൻ്റെ മുന്നിൽ നിന്ന് യാചിക്കുന്നു. ഇത് കണ്ടപ്പോൾ രോഹിക്ക് ഭയങ്കര സങ്കടം. രോഹിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുക, തനിക്ക് വേണ്ടി അലീന ചേച്ചി ആ ഒരു ഇത് കാണിക്കുന്ന കണ്ടിട്ട്. അപ്പോഴേക്കും അച്ഛൻ അവിടെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല എന്നും ഇവനെ എനിക്ക് അറിയാവുന്ന ആ ഫാദർ പറയാം. അപ്പോൾ രോഹിത് ഇങ്ങനെ പേടിച്ച് വരച്ച് ഇങ്ങനെ ഓട്ടക്കണ്ണൊക്കെ ഇട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലും ഒക്കെ കണ്ട് എനിക്ക് നല്ല പരിചയമുണ്ടെന്നും ആ അച്ഛൻ പറയുക.
രോഹിത്തിനെതിരെ കഠിനമായ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് അലീന പറയുമ്പം ഇതിനു വേണ്ടിയാണെങ്കിൽ ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് അച്ഛൻ പറയുമ്പം ഉപേക്ഷിക്കല്ലേ ഫാദർ, ഇവന് തെറ്റുപറ്റിപ്പോയെന്നും അതിൽ കുറ്റബോധം ഉണ്ടെന്നും അലീന പറയുക. ഫാദറിനോടും പ്രിൻസിപ്പളിനോടും ടീച്ചേഴ്സിനോടും മാപ്പ് ചോദിക്കാൻ ഇവൻ തയ്യാറാണെന്ന് പറയുമ്പം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നും പീഡനക്കേസിലെ പ്രതിയാണ് ഇവനെന്നും പത്രങ്ങളിലും TV-കളിലും ചാനലുകളിലും ഇവൻ്റെ പടവും വന്നിട്ടുണ്ടോ? ഇവൻ പോലീസ് ലോക്കപ്പിലും സബ് ജയിലിലും കിടന്നിട്ടാണോ വരുന്നത്? അപ്പോഴേക്കും അലീനയുടെ നേരെ ഇങ്ങനെ നോക്കുവാണ് രോഹി. കാരണം നേരെ നോക്കാൻ പേടിയാണ്. അങ്ങനെയുള്ള ഒരുത്തനെ എൻ്റെ സ്ഥാപനത്തിൽ കയറ്റത്തില്ല, ഇനി അതിനെപ്പറ്റി സംസാരിക്കുകയും വേണ്ട എന്ന് അച്ഛൻ കട്ടായി അങ്ങ് അലീനയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് ടെൻഷൻ കൂടി. അലീനയ്ക്കാണെങ്കിൽ ആകെ വെപ്രാളവും കയറി. അലീനയ്ക്ക് ഇങ്ങനെ നിൽക്കണു. ഇവനതിൽ പെട്ടുപോയതാ ഫാദർ, നിർഭാഗ്യം കൊണ്ട് സംഭവിച്ചു പോയതാണെന്നൊക്കെ ഇങ്ങനെ അലീന പറയുക. ഇവനതിൽ പശ്ചാത്തപിക്കുന്നുണ്ട് ഫാദർ, നല്ലവനായിട്ട് ജീവിച്ചോളാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്നും അലീന ഇങ്ങനെ ഫാദറിനോട് പറയുക. ഈ സമയത്ത് കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്താൽ ഇവൻ്റെ ഭാവി പോവില്ലേ എന്ന കാര്യവും അലീന ചോദിക്കുക അച്ഛനോട്. ഫൈനൽ ഇയർ അല്ലേ ഫാദർ, ഇതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു. കോളേജിൽ ഇനി ഇവനെ പഠിക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഇത്രയേറെ ദുഷ്കീർത്തി ഉണ്ടാക്കിയ ഒരു സ്റ്റുഡൻറ്റിനെ കോളേജിൽ ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നത് മോശമായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇവിടെ പഠിച്ചുകൊണ്ട് എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്നുള്ളൊരു തോന്നൽ മറ്റ് സ്റ്റുഡൻസിനും ഉണ്ടാകാൻ പാടില്ല. അവർക്കൊരു പാഠമാകാൻ കൂടി വേണ്ടിയിട്ടാ ഇവനെതിരെയുള്ള ശിക്ഷാ നടപടികൾ ഞങ്ങൾ നടപ്പിലാക്കുന്നതെന്നും പറഞ്ഞു. ഇവൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ കൊടുക്കുന്നത് വലിയ അനീതിയല്ലേ ഫാദർ എന്ന് ചോദിച്ചു അലീന. അപ്പം ചെയ്യാത്ത തെറ്റോ? അപ്പോൾ അതെ, പീഡനത്തിനിരയായ പെൺകുട്ടി കോടതിയിൽ പറഞ്ഞത് രോഹിത്തിന് കുറ്റകൃത്യത്തിൽ ഒരു പങ്കും ഇല്ലെന്നാണെന്ന കാര്യം അലീന പറയുക. അതുകൊണ്ടാണ് കോടതി ഇവന് മാത്രം ജാമ്യം അനുവദിച്ചതെന്നൊക്കെ പറയുമ്പോൾ ആ അച്ഛൻ അലീനയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് രോഹിത്തിനെ ഇങ്ങനെ അടിമുടി നോക്കുക കേട്ടോ. ഇവരാ സംഘത്തിൽ ഉണ്ടായിരുന്നോ? പിന്നെ പത്രങ്ങളിലും ചാനലുകളിലും ഇവനെപ്പറ്റി മോശമായ വാർത്തകൾ വന്നോ? പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടായിരുന്നോ? കോടതി ഇവനെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചോ? ഇവൻ സ്ത്രീ പീഡന കേസിൽ പ്രതിയായി മുദ്ര കുത്തപ്പെട്ടോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുക. ഞങ്ങൾ അതുമാത്രമേ നോക്കുന്നുള്ളൂ എന്നും അച്ഛൻ അലീനയോട് പറയുമ്പോൾ അലീന നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. മോശമായ വാർത്തകൾ വന്നു എന്നുള്ളത് ശരിയായ കാര്യം തന്നെയാണ് ഫാദർ. തുടക്കത്തിൽ എല്ലാവരും തെറ്റിദ്ധരിച്ചു. പക്ഷെ ആ കുട്ടി കോടതിയിൽ മൊഴി നൽകിയത് ഇവൻ നിരപരാധിയാണെന്നാണെന്ന കാര്യവും ഒരു പത്രവും ഒരു ചാനലും അതിനു മാത്രം ഒരു പബ്ലിസിറ്റിയും കൊടുത്തില്ല എന്നും അലീന ആ അച്ഛനോട് പറയുന്നു. അച്ഛൻ ഇടഞ്ഞു തന്നെ നിൽക്കാട്ടോ. ഇതിനു മുൻപും പോലീസ് നിരപരാധികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലോക്കപ്പിലും ജയിലിലും ഒക്കെ അടച്ചിട്ടുണ്ട്. പിന്നീട് നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും അലീന അച്ഛനോട് പറയുക. രോഹിത്താണെങ്കിൽ കയ്യും കാലും വിറച്ചിങ്ങനെ അവിടെ നിൽക്കുക, മിണ്ടാൻ പോലും പറ്റാതെ. പക്ഷേ അതിനകം അവർ അനുഭവിക്കുന്നതും അവർക്ക് നഷ്ടപ്പെടുന്നതും എന്തൊക്കെയാണെന്ന് അലീന അച്ഛനോട് ചോദിക്കുക. അത് വലിയ അനീതിയല്ലേ എന്നും അലീന അച്ഛനോട് ചോദിച്ചു. ഇവൻ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞോന്ന് ചോദിച്ചു. കേസ് തീർന്നാലല്ലേ അത് അറിയാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പം ഇവൻ നിരപരാധിയാണെന്ന് എന്നെങ്കിലും കോടതി വിധിച്ചാൽ ഇവന് നഷ്ടപ്പെട്ടതെല്ലാം ആര് തിരിച്ചു കൊടുക്കുമെന്ന് അലീന ആ അച്ഛനോട് ചോദിക്കുക കേട്ടോ. ആ അച്ഛൻ അന്നേരം ഇങ്ങനെ നോക്കുവാണ്. എല്ലാ കുറ്റവാളികളും കുറ്റം നിഷേധിക്കും, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നും കോടതി വിധി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല എന്നും അച്ഛൻ പറഞ്ഞു. പീഡനത്തിനിരയായ പെൺകുട്ടി ഇവിടെ വന്ന് പറഞ്ഞാൽ മതിയോ ഇവൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന്? അതിനേക്കാളും വലിയ സത്യമൊന്നും ഒരു കോടതി വിധിക്കും പറയാനില്ലല്ലോ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ആ പെൺകുട്ടിയെ കൊണ്ട് എല്ലാ വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടും പറയാൻ പറ്റുമോ ഇവൻ നിരപരാധിയാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അച്ഛൻ. പറഞ്ഞാലും ശരി, നിങ്ങൾ പണം കൊടുത്ത് പറയിക്കുന്നതാണെന്നേ എല്ലാവരും കരുതുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞപ്പം, പക്ഷേ അതല്ലല്ലോ അച്ഛാ സത്യം. ഇവൻ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് കോടതിയിൽ അവൾ തന്നെ ഏറ്റു പറഞ്ഞതായി എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അലീന പറയാം. ആ പത്രങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ലേ എന്ന് അലീന ചോദിക്കുക. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. പത്രവാർത്തകളൊക്കെ ആര് വിശ്വസിക്കുന്നു, അതും സത്യം എത്രമാത്രം ഉണ്ട് എന്ന് ചോദിക്കുക. അതേപ്പറ്റി ഒന്നും പറയാതിരിക്കുന്നത് അഭേദമെന്ന് പറയുമ്പം തെറ്റ് ചെയ്ത ഒരാളെ സംരക്ഷിക്കുന്നത് വലിയ കുറ്റം തന്നെയാണെന്നും, പക്ഷേ അതിനേക്കാളും വലിയ കുറ്റമല്ലേ തെറ്റ് ചെയ്യാത്ത ആളെ ശിക്ഷിക്കുന്നതെന്ന് അലീന ചോദിക്കണം. അപ്പം നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് ഇവരെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ കോളേജിന് ഒരു ഡിസിപ്ലിനും ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ ഉണ്ട്. ആ കമ്മിറ്റിയാണ് ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് എന്നിങ്ങനെ അച്ഛൻ പറയുമ്പം ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ ഫാദർ, കോളേജിലെ ഡിസിപ്ലിൻ ആ ഒരു ഇത് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് നിരപരാധിയെ കുറ്റവാളിയാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ കോടതിയിലെ ഡിസിപ്ലിനറി ആക്ഷൻ കമ്മിറ്റി വിധിച്ചാൽ നിരപരാധി കുറ്റവാളിയായി മാറുമോ എന്ന് അലീന അച്ഛനോട് ചോദിക്കുക. 2000 വർഷം മുൻപ് പീലാത്തോസിൻ്റെ അരമനയിലെ ഡിസിപ്ലിനറി ആക്ഷൻ കമ്മിറ്റി യേശുവിനെ കുരിശിൽ തറയ്ക്കാനായിട്ട് വിധിച്ചു. അതുകൊണ്ട് യേശു കുറ്റവാളിയായി തീർന്നോ? ഫാദർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അലീന ചോദിക്കുമ്പോൾ ഒന്നും ഫാദറിന് ഉത്തരവില്ല. മതി, നിർത്തിക്കോളം പറഞ്ഞു. ഇനി സംസാരിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ധിക്കാരം പറയുന്നു. എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ആരാണെന്നാണ് കരുതിയത്? ഇനി ഈ ഒരു കാര്യം പറഞ്ഞുണ്ടോ? ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെട്ടു. കാണാനുള്ള അനുവാദം തന്നതായി എൻ്റെ തെറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ സോറി എന്ന് പറഞ്ഞ അലീന നിന്നങ്ങ് കരഞ്ഞു അച്ഛൻ്റെ മുന്നിൽ. ഫാദർ മനുഷ്യത്വമുള്ള ഒരാളാണെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നതെന്നും സോറി എന്നും അലീന പറയുമ്പം എനിക്ക് മനുഷ്യത്വം മാത്രം നോക്കിയാൽ പോരാ, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മാനേജറാണ് ഞാൻ. ആ കസേരയോട് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്ന് ആ അച്ഛൻ അലീനയോട് പറയുന്നു. അങ്ങനെ നമ്മുടെ അലീന അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞു, തിരിഞ്ഞങ്ങ് നിന്ന് നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അലീന നിന്ന് കരയുക കേട്ടോ. അപ്പോൾ അലീനയുടെ ഈ ഒരു അവസ്ഥ കണ്ട് നമ്മുടെ രോഹിത് ആകെ തകർന്നു പോയേ. ആത്മവിശ്വാസത്തോടു കൂടി വന്നത് അലീന, പക്ഷേ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ ആ കർത്താവിൻ്റെ മുന്നിൽ മെഴുകുതിരി നിന്നിങ്ങനെ കത്തുന്നുണ്ട്. ആ മെഴുകുതിരിക്കും ആ കർത്താവിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ തിരിഞ്ഞ് നിന്നുകൊണ്ടാണ് നമ്മുടെ അലീന കരയുന്നത്. അങ്ങനെ കരഞ്ഞിട്ട് അലീന തിരിഞ്ഞ ഫാദറിൻ്റെ നേരെ നിന്നു. എന്നിട്ട് ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ ഫാദർ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു ഇരുന്ന കസേരേനേക്കാളും വലുതാണോ അച്ഛൻ്റെ ഈ കസേര എന്ന് അലീന ചോദിക്കോട്ടെ. അപ്പോൾ അച്ഛൻ ആ കസേര ഇങ്ങനെ നോക്കുക. അപ്പോൾ നമ്മുടെ രോഹിത് ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ അവിടെ നിൽക്കുവാണ്. യേശു ഇട്ടിരുന്ന മേലങ്കിയേക്കാൾ വലുതാണോ അച്ഛൻ ഇട്ടിരിക്കുന്ന ഈ കുപ്പായം എന്ന് ചോദിച്ചു. അദ്ദേഹത്തിനൊന്നും പറയാനില്ല. യേശുവിൻ്റെ അടുത്ത് പാപികൾക്കും രോഗികൾക്കും ആയിരുന്നു മുൻഗണന ഉണ്ടായിരുന്നത്. ഇവിടെ എങ്ങനെയാച്ചോ എന്ന് അലീന ചോദിക്കുമ്പം ആ അച്ഛൻ രോഹിത്തിൻ്റെ നേരെ ഇങ്ങനെ നോക്കട്ടെ. രോഹിത്ത് ഇങ്ങനെ തല മുമ്പിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ണുനീര് കൊണ്ട് തൻ്റെ പാദം കഴുകിയ പാപിനിയോട് യേശു ക്ഷമിച്ചു. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞിട്ടും അച്ഛൻ ക്ഷമിക്കുന്നില്ല. അപ്പോൾ വേശ്യയെ കല്ലെറിഞ്ഞു കൊല്ലാൻ വന്ന ജനക്കൂട്ടത്തിനോട് യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന്. ജനക്കൂട്ടം കല്ലുകൾ താഴെയിട്ട് തിരിച്ചു പോവുകയല്ലേ ചെയ്തതെന്ന് അലീന അച്ഛനോട് ചോദിക്കാം. അച്ഛൻ മാത്രം കയ്യിലിരിക്കുന്ന കല്ല് താഴെ ഇടുന്നില്ല എന്നും അലീന പറയുമ്പോഴും ആ അച്ഛൻ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് 100 ആടുകളുണ്ടെങ്കിൽ അതിൽ ഒരു കുഞ്ഞാടിനെ കാണാതായാൽ അപ്പോൾ ബാക്കി 99നെയും വിട്ടിട്ട് കാണാതായ കുഞ്ഞാടിനെ തേടുന്നവനാണ് നല്ല ഇടയനെന്ന് യേശു പഠിപ്പിച്ചു എന്നും അലീന പറയൂ കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളെല്ലാം മുട്ടിച്ചുകൊണ്ടിരിക്കുക അലീന. കാണാതായ കുഞ്ഞാട് അച്ഛൻ്റെ മുന്നിൽ വന്നു നിന്ന് കരഞ്ഞിട്ടും അച്ഛൻ അവനെ വേണ്ട അല്ലേ എന്ന് ചോദിക്കാം. ആ അച്ഛന് അലീനയുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നുമില്ല. സ്വീകരിക്കാൻ അച്ഛനും മനസ്സില്ല അല്ലേന്നും കരഞ്ഞോണ്ടാട്ടോ അലീന ഇതൊക്കെ ചോദിക്കുന്നത്. രോഹിത് ഇതെല്ലാം കേട്ടിങ്ങനെ ആകെ തകർന്ന് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞ് കണ്ണുനീരൊക്കെ തുടച്ച് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുന്നു അവിടെ. അലീനയുടെ ഒരു ചോദ്യത്തിനും ആ മനുഷ്യന് ഉത്തരം കൊടുക്കാനില്ല. ലാസ്റ്റ് അലീനയുടെ ഡയലോഗുകളെല്ലാം കേട്ട് ആ മനുഷ്യൻ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നോക്കി നിൽക്കുക. ഇത്രയും പറഞ്ഞിട്ട് പോവാം എന്നും പറഞ്ഞ് രോഹിയെ വിളിച്ചുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് പോകുന്നു. ആ സമയത്ത് ആ അച്ഛൻ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ ഇങ്ങനെ എന്തോ ഭയങ്കര കുറ്റബോധം പോലെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറച്ച് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ. അപ്പോൾ അങ്ങനെ അലീന പറഞ്ഞ ഓരോ കാര്യങ്ങളും ആ മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ റിവൈൻഡ് അടിച്ചുകൊണ്ടിരിക്കുക. കസേരയെ പറ്റി പറഞ്ഞത്, കുപ്പായത്തെ പറ്റി പറഞ്ഞത്, കല്ലിനെ പറ്റി പറഞ്ഞത്, ഇതെല്ലാം അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം കുരിശിൽ തറച്ചിരിക്കുന്ന ആ യേശുവിൻ്റെ ആ ഒരു ഇതിലേക്ക് നോക്കി ഇങ്ങനെ അച്ഛൻ നിൽക്കുന്നു. പിന്നെ അലീനയും രോഹിയും തിരിച്ച് വീട്ടിലേക്ക് എത്തി. രണ്ടുപേരും വന്ന് ഇങ്ങനെ ഇരിക്കുന്നു കോളിംഗ് ബെൽ അടിച്ചിട്ട്. അപ്പോഴത്തേക്കും കൃഷ്ണ വന്ന് വാതിൽ തുറന്നു. രോഹി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ കൃഷ്ണമോള് നേരെ അലീനയുടെ അടുത്തേക്ക് വരികയാണ്. കാര്യം എന്താണെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചി ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഇതെന്തു പറ്റി ചേച്ചി? മാനേജർ അച്ഛനെ കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും ക്ഷീണിച്ചു പോയോ? അപ്പോൾ അലീനയ്ക്ക് കരച്ചിൽ വരിക. അലീന ഇരുന്ന് കരയാണ്. അപ്പം എനിക്കറിയാവുന്ന എല്ലാ രീതിയിലും ഞാൻ സംസാരിച്ച് നോക്കി മോളെ, പക്ഷെ തോറ്റുപോയി എന്ന് അലീന പറയാം. കോളേജിൻ്റെ വാല്യൂ അപ്പം മനുഷ്യന് മാത്രം വിലയില്ല. അങ്ങനെയാണ് അച്ഛൻ സംസാരിച്ചതെന്നും അലീന പറയുന്നു. ഇനി എന്നാ ഒരു വഴിയുള്ള രോഹിയേട്ടൻ്റെ മുഖമാണെങ്കിൽ വല്ലാണ്ടിരിക്കുകയാണല്ലോ ചേച്ചിയെന്ന് കൃഷ്ണ ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് എന്തെങ്കിലും ഒരു വഴി കിട്ടും മോളെ എന്ന് പറയുക. അപ്പോൾ ദൈവം അത് നമുക്ക് കാണിച്ചു തരുമെന്നും അലീന കൃഷ്ണയ്ക്കൊരു ആശ്വാസവാക്കായിട്ടെങ്കിലും പറഞ്ഞു തീർത്തു. അതിനുശേഷം ഇവരകത്തേക്ക് കയറിപ്പോന്നു. ഇവരകത്തേക്ക് കയറി ചെന്ന സമയത്ത് വീട്ടിലേക്ക്
ബാലൻ വരുവാണ്. ബാലൻ കയറി വന്നപ്പോൾ ഇവർ രണ്ടുപേരും നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനത്തെ നീ ജ്യൂസ് അച്ഛനും കൂടി ഉള്ളത് എടുത്തോളാനായിട്ട് കൃഷ്ണയോട് അലീന പറയുക കേട്ടോ. അങ്ങനെ അലീന നിന്നു. കൃഷ്ണ അകത്തേക്ക് കയറിപ്പോയി. ബാലൻ അന്നേരം കയറി വരുവാണ്. നിങ്ങളെപ്പോൾ എത്തിയെന്ന് ബാലൻ ചോദിക്കുക. പെട്ടെന്ന് തന്നെ വന്നല്ലോ, മാനേജർസിനെ കണ്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ കണ്ടച്ചാ. അപ്പം ഭാവം കണ്ടപ്പം നടന്നില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് ബാലേട്ടൻ. ഇല്ല എന്ന് അലീന പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല, നടക്കില്ല എന്ന്. പിന്നെ ധാർമ്മിക ബോധത്തിന് അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണത്. ആ മനുഷ്യൻ കാരണം ആ കോളേജിൻ്റെ പ്രവർത്തന രീതികളും അങ്ങനെയൊക്കെ തന്നെയാണ്. അതാണ് പ്രശ്നം. കാശ് കൊടുത്ത് ഒതുക്കാൻ പറ്റുന്ന ആ ഒരു മാനേജ്മെൻ്റ് അല്ല അത്. അപ്പോൾ പശ്ചാത്തപിക്കുന്നവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല എങ്കിൽ പിന്നെ എന്ത് ധാർമ്മികതയാച്ചാ അതിലുള്ളത് എന്ന് അലീന ചോദിക്കാം. ഏത് പാപികൾക്കും പശ്ചാത്തപിക്കുന്നവർക്കും മുൻഗണന കൊടുക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അതൊക്കെ ഒരു വാദത്തിന് വേണ്ടി സംസാരിക്കാമെന്നുള്ളതല്ലാതെ യഥാർത്ഥ ജീവിതത്തിൽ ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല മോളെ എന്ന് ബാലേട്ടൻ അലീനയോട് പറയണം. പിന്നെ അവനെന്തേ രോഹിത്ത്? അവൻ മുകളിലേക്ക് പോയിട്ടുണ്ട്, ആകെ വിഷമിച്ചാ പോയതെന്ന് അലീന പറയാം. അവിടെ വെച്ച് കരയുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളും അലീന ഇങ്ങനെ പറഞ്ഞപ്പം ആണോ? അപ്പോഴത്തേക്കും കൃഷ്ണ കുടിക്കാനുള്ള വെള്ളമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ കൃഷ്ണ രണ്ടുപേർക്കും കുടിവെള്ളമൊക്കെ കൊടുത്തു. അപ്പോൾ അലീനയുടെ മുഖത്ത് ഭയങ്കര സങ്കടം. ഇപ്പോൾ ബാലൻ അത് മനസ്സിലായി. മോളെ നീ ഇങ്ങനെ നിരാശപ്പെടാതിരിക്കുക. അപ്പോൾ എനിക്ക് നിരാശയൊന്നും ഇല്ലച്ചാ, എനിക്ക് ഉറപ്പാ ഒരു വഴി തെളിഞ്ഞു കിട്ടുമെന്ന് എന്ന് അലീന പറയുന്നു. അപ്പോൾ രോഹിത്തിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ അവൻ ഓക്കെ ആയിരിക്കുമെന്നേ, നീ വിട്ടുകളാ എന്ന് ബാലേട്ടൻ ഇങ്ങനെ അലീനയെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. കൃഷ്ണമോളെ നമുക്ക് വല്ലതും കഴിച്ചേക്കാം, യെസ് വാ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയും അച്ഛനും കൂടെ അവിടെ നിന്ന് പോയി. അലീന ഇങ്ങനെ അവിടെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.